I'm so sorry that I couldn't complete my previous video. So I just start where I had stopped in the last video. Dare I offer my chutney bakari to my teacher. Would he eat it? Bakaris of a high caste were, of course, of a better quality. So the narrator was thinking of his own chutney and bakari. Being a member of a low caste community, he was confused whether it will be accepted by the teachers. Of course, not because they have high class bakaris and chutneys that is promising a better quality. So, their mothers had given them fried food, whereas we had just pieces of dry bakari which were hardly enough to satisfy the cave of hunger. അപ്പം അവരുടെ അമ്മമാരൊക്കെ നല്ല ഫ്രൈഡ് പൊരിച്ച ഭക്ഷണങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുറച്ച് ബക്കരി റൊട്ടിയുടെ കഷ്ണങ്ങളാണുള്ളത്. ആ കഷ്ണങ്ങൾ തന്നെ ഞങ്ങളുടെ ഈ വലിയ ഗുഹ പോലെയുള്ള വിശപ്പിനകറ്റാൻ മാത്രം അത് പോരാ, അത് മതിയാകില്ല. അതിന് മാത്രം കുറച്ച് ഭക്ഷണം ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സൊസൈറ്റിയിലുള്ള ഒരു ഇംബാലൻസ് അല്ലേ, സമൂഹത്തിൽ കാസ്റ്റുകൾ തമ്മിലുള്ള ഒരു ഇംബാലൻസ് ആണ് ഈ കാണിക്കുന്നത്. My stomach was like a way to the graveyard that continuously swallows the dead. സോ എൻ്റെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വേ ടു ഗ്രേവ് യാർഡ്, ശ്മശാനത്തിലേക്കുള്ള വഴി പോലെയാണ്. ദാറ്റ് കണ്ടിന്യൂസ്ലി സ്വാലോസ് ദ ഡെഡ്, മരിച്ച ആളുകളെ തുടർച്ചയായിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്മശാനത്തിലേക്കുള്ള വഴി പോലെയാണ് എൻ്റെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. മൈ മദർ മസാമ യൂസ് ടു ഷൗട്ട് ആംഗ്രിലി. അപ്പോൾ എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഭക്ഷണം കഴിപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കും. അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ദേഷ്യത്തിൽ ഉറച്ചയിടും, വാട്ട് ഈസ് ഇറ്റ് യു ഹാവ് എ സ്റ്റൊമക്ക് ഓർ അക്കൽ കോട്ട്. There seemed to be a gizzard in your stomach. അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ദേഷ്യം പിടിച്ച് പറയും, നിനക്കെന്താ വയറാണോ, അതല്ല നിനക്ക് രണ്ട് വയർ, ജിസേർട്ട്, പക്ഷികൾക്കൊക്കെ ഉണ്ടാവുന്ന രണ്ടാമത്തെ ഒരു ആമാശയാണ് ജിസേർട്ട് എന്ന് പറയുന്നത്. നിൻ്റെ വയറിനുള്ളിൽ രണ്ടാമാശയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മ കളിയാക്കല്ല ദേഷ്യപ്പെടുമായിരുന്നു. വൈ ഡോണ്ട് യു ഗോ അറൗണ്ട് വിത്ത് ദ ബിഗ് ബൗൾ അറ്റ് യുവർ മൗത്ത്? ഐ ആൾവേസ് ഫെൽറ്റ് ഹാഫ് ഫെഡ്. ഇവനെപ്പം എത്ര ഭക്ഷണം കഴിച്ചാലും ഇവന് പകുതി കഴിച്ച പോലെ ഫീൽ ചെയ്യുള്ളൂ. വാട്ട് എവർ വാസ് ഗിവൺ ഐ എയ്റ്റ് ഗ്രീഡിലി ആൻഡ് നത്തിങ് വാസ് എവർ ഇനഫ്. എന്ത് കഴിച്ചാലും ആർത്തിയോട് കൂടി കഴിക്കും, പക്ഷെ അതൊന്നും മതിയാകില്ല. എവരി വൺ ഇൻ മൈ ഹൗസ് നീഡഡ് ഫുഡ്, സോ ഹൗ കുഡ് ഐ അലോൺ തിങ്ക് ഓഫ് ഈറ്റിംഗ് ടിൽ ഐ വാസ് ഫുൾ. I had searched for every bit of leftover food in the house to make up my tiffin. I felt I had swallowed the whole land and was chewing stones. അപ്പോൾ ഇങ്ങനെയാണ് ഇവൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഇവന് പൂർണ്ണമായിട്ടും വിശപ്പ് മാറൂല. ഇവൻ തന്നെ ചിന്തിക്കാറുണ്ട്, വീട്ടിലെ ഭക്ഷണം മുഴുവൻ ഇവന് കഴിച്ചാൽ ബാക്കിയുള്ളവർ എങ്ങനെ ഭക്ഷണം കഴിക്കും. മാത്രമല്ല ഇവന് വീട്ടിൽ അവശേഷിക്കുന്ന ഫുഡുകളൊക്കെ ടിഫിനിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ട് ബാക്കി വരുന്ന ഫുഡൊക്കെ നിറച്ച് ഫില്ലാക്കി വെക്കും. ഓക്കെ, ഇതാണ് ഇവൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. The high caste girl from our village offered us their curry and bakaris without touching us. Without touching them. That is a point. ഹൈ ക്ലാസ്സിലെ ഗേൾസും ഒക്കെ അവർ കൊണ്ടുവന്ന കറിയും ബക്കരിയൊക്കെ അവരെ തൊടാതെ കൊണ്ടുപോയി കൊടുക്കും. The thought that they might have seen our food upset me. I was ashamed of my food and felt guilty eating it. മാത്രമല്ല ഞങ്ങളുടെ ഫുഡ് എങ്ങനെ അവർ കണ്ടാലോ എന്നുള്ളൊരു നാണക്കേട് എന്നെ വല്ലാണ്ട് ഒരു വിഷമത്തിലാക്കി. മാത്രമല്ല ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് ഞങ്ങൾക്ക് തന്നെ വലിയൊരു നാണക്കേട്, അപമാനം ഉണ്ടാക്കി. അവർക്കിടയിൽ ഞങ്ങൾ ഇതൊക്കെയാണല്ലോ കഴിക്കുന്നതെന്ന് കാണിക്കാൻ തന്നെ ഞങ്ങൾക്ക് വല്ലാത്ത അപമാനം ഉണ്ടാക്കി. The teacher asked the high caste boys and girls to collect the leftovers on a piece of paper and give it to us. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ്, ഞങ്ങൾ വേലക്കാരികളെ പോലെ, ഞങ്ങൾ അടിമകളെ പോലെ മാറി നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് ടീച്ചേഴ്സ് ഈ ഉയർന്ന വിഭാഗത്തിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അവരുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് ബാക്കി വന്ന
ഭക്ഷണങ്ങൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി പറഞ്ഞു. I and Parsha carried the bundle of leftover food on the way back. So we were carrying this food when we were coming home back. The high caste boys and girls were laughing and joking, but our whole attention was on the bundle. ഉയർന്ന ജാതിക്കാർ മുഴുവൻ തമാശ പറഞ്ഞ് ചിരിച്ചും കളിച്ചും വരുന്നു. ഞങ്ങളുടെ മനസ്സ് എപ്പോഴും ഈ ഒരു ബണ്ടിൽ, തലയിൽ വെച്ച് വരുന്ന ബണ്ടിലാണ്. Malya carried the bundle of bakeri on his head, and we, the Mahar boys, followed him excitedly like hungry vultures. So we were carrying this bundle of food, and Malya was carried the bundle on his head, and we followed him like hungry vultures. വിശക്കുന്ന കഴുകന്മാരെ പോലെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്തു. At last we gathered at Girmalya's farm and opened the bundle. It contained crumbs of different kinds of food, and their spicy smell filled the air. So we found varieties of food inside this cover. So we just opened the bundle at Girmalya's farm. Then we squatted in a circle and stuffed ourselves greedily. അങ്ങനെ വട്ടത്തിൽ ഇരുന്ന് ഞങ്ങൾ വയറ് നിറയുന്നവരെ ആർത്തിയോടെ കഴിച്ചു. We had never tasted food like that before. ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. We were all really gluttonous. Our stomachs were as greedy as a beggar's sack. ഒരു ഭിക്ഷക്കാരൻ്റെ സാക്ക് പോലെയായിരുന്നു ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ വയറെന്ന് പറയുന്നത്. എത്ര ഇട്ടാലും മതി വരാത്ത പോലെ ഭിക്ഷക്കാരങ്ങനെയാണ്. എത്ര കളക്ട് ചെയ്താലും അവൻ ചാക്കിലേക്ക് എത്ര പഴയ സാധനങ്ങൾ പെറുക്കിയിട്ടാലും പിന്നെയും എവിടുന്ന് കിട്ടിയാലും അതിലേക്ക് ഇങ്ങ് ഇടുന്ന പോലെ ഞങ്ങളുടെ വയറങ്ങനെയായിരുന്നു. Then when I got home, I told my mother all this. Like the victims of famine, she said, "Why didn't you get at least a small portion of it for me?" So when I reached home, I told the story to my mother, and she was saying like, "Why don't you get at least a small portion of it for me?" എനിക്ക് വേണ്ടി ഒരു കഷ്ണം, ചെറിയ കഷ്ണമെങ്കിലും കൊണ്ടുവരാമായിരുന്നില്ലേ എന്ന് അമ്മ ചോദിച്ചു. ലെഫ്റ്റ് ഓവർ ഫുഡ് ഈസ് നെക്ടർ. ഈ ലെഫ്റ്റ് ഓവർ ഫുഡ്, അതായത് ഈ ഉയർന്ന ജാതിക്കാർ അവശേഷിക്കുന്ന ബാക്കിയാക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെക്ടർ. അതൊരു നെക്ടറാണ്. അതൊരു അമൃതാണ്, അമൃത്. ഹെർ വേർഡ്സ് മെയ്ഡ് ഗിർമല്യാസ് ഫാം കിവർ ഇൻ മൈ സ്റ്റൊമക്ക്. അമ്മയുടെ വാക്കുകൾ ഗിർമല്യയുടെ ഫാം മൊത്തം എൻ്റെ വയറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വിറക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിന് മാത്രം മൂർച്ചയുള്ള വാക്കുകളായിരുന്നു അത്. When I went to school the next day, the teacher had already asked the boys and girls to write an essay on the picnic. So as usual, when we were child, teachers normally asked us to write the report of the picnic. So the students were asked to write about the picnic. The students of 7th form in particular were busy writing the essay. Although I was only in the 3rd form, the teacher had asked us also to write. So they were sitting together. The students from all the classes were sitting together, and teacher asked them to write about their trip. And the narrator was in the 3rd grade, and the teacher also asked him to write about the picnic. Both the classes were run the same room. While the senior boys and girls wrote swiftly, I sat worrying. So they were writing very quick, and I sat there worrying. When the teacher noticed me apparently doing nothing, he grew annoyed and shouted, "You son of a bitch, come on, start writing. You like eating an ox, don't you?" I picked up my slate and pencil, spat on the slate, smeared it, and wiped the slate with my shirt, which was already dirty, having been used like this so many times before. So teacher noticed me that I was doing nothing. So he shouted at me, "You son of bitch, come on, start writing. You like eating an ox, don't you? You were eating like an ox yesterday. Why don't you write anything?" So I picked up my slate and pencil, spat on the slate. സ്ലേറ്റിലേക്ക് ഞാൻ തുപ്പി. സാധാരണ ചെറിയ കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്മിയർഡ് ഇറ്റ് ആൻഡ് വൈപ്ഡ് ദ സ്ലേറ്റ് വിത്ത് മൈ ഷർട്ട് ഉപയോഗിച്ചിട്ട്
wipe ചെയ്തു which was already dirty having been seen like this so many times before. ഓൾറെഡി ഡേർട്ടി ആയിരുന്നു. യെസ്, അങ്ങനെ അവൻ എഴുതാൻ ആരംഭിച്ചു. I didn't know how and what to write. I kept thinking of how we had squatted in a circle under a tree in the forest eating. അപ്പോൾ ഞങ്ങൾ വട്ടത്തിലിരുന്നതും അങ്ങനെ യെസ് ഇങ്ങനെ എന്താ പറയുക, അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. I remembered the hand of high-caste boys and girls offering us their leftovers. ബാക്കി വന്ന അവശേഷിപ്പുകൾ ഞങ്ങൾക്ക് തന്നിരുന്ന ഹൈകാസ്റ്റ് കുട്ടികളുടെ കൈകൾ ഞാൻ ഓർമ്മിച്ചു. At the withered tree in whose shade we sat. ഞങ്ങളിരുന്ന ആ ഇലകൾ പൊഴിഞ്ഞ മരം ഞാൻ ഓർത്തു. The bundle of leftovers. The question my mother had asked and the teacher calling me son of a bitch and beef eater. These things I remembered when he asked me to write. How should I start writing the essay my teacher had asked for? ഞാൻ ടീച്ചർ ചോദിച്ച എസ് ഞാൻ എങ്ങനെ എഴുതും എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ എങ്ങനെ ഇരുന്നു. So this is the story and I'm just winding up here. Thank you.